സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ്. സംസ്ഥാനത്ത് നിന്ന് സ്ഥിരീകരിച്ചത് 8 മരണമാണ്. ഡെങ്കിപ്പനി ബാധിച്ച് 2 പേരും എലിപ്പനി ബാധിച്ച് 3 പേരും മരിച്ചു. ഇന്ന് 150 പേർക്ക് ഡെങ്കിപ്പനിയും 6 പേർക്ക് ഷിഗിലയും സ്ഥിരീകരിച്ചു. അഞ്ജു ചേരുകയാണ്. അഞ്ജു, എന്തൊക്കെയാണ് വിശദാംശം? സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം വലിയ രീതിയിലുള്ള ഒരു ഭീഷണിയാണ് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മാത്രം സംസ്ഥാനത്ത് 8 മരണമാണ് പകർച്ചവ്യാധിയെ തുടർന്ന് റിപ്പോർട്ട് ചെയ്തത്. ഡെങ്കിപ്പനി ബാധിച്ച് 2 പേരും എലിപ്പനി ബാധിച്ച് 3 പേരുമാണ് ഇന്ന് സംസ്ഥാനത്ത് മരിച്ചത്. മാത്രമല്ല ഈ മഞ്ഞപ്പിത്തം, ഇൻഫ്ലുവൻസ, പിന്നെ ഈ അമീബിക് മസ്തിഷ്കജ്വരം, ഈ അടുത്തൊന്നും ഈ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച ഒരാൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ആ ഒരു കേസും കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് 8 മരണം ഇന്ന് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഡെങ്കിപ്പനി കേസാണ് നമ്മളെ ഏറ്റവും അധികം പേടിപ്പിക്കുന്ന ഒരു കാര്യം. ഇന്ന് 150 പേർക്കായിരുന്നു. ഇന്നലെ അത് 90 പേർക്കായിരുന്നു ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചതെങ്കിൽ ഇന്നത് 150ലേക്ക് എത്തിയിട്ടുണ്ട്. 330 പേരാണ് ഇന്ന് ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുമുള്ളത്. 15 പേർക്ക് ഇന്ന് എലിപ്പനി സ്ഥിരീകരിച്ചു. 30 പേർക്ക് മഞ്ഞപ്പിത്തവും 84 പേർക്ക് ഇൻഫ്ലുവൻസയും സ്ഥിരീകരിച്ചു. ഇൻഫ്ലുവൻസ രോഗത്തിന്റെ വ്യാപനമാണ് വലിയ രീതിയിൽ വ്യാപിക്കുന്നത്. ഇന്നലെ അത് 88 ആയിരുന്നു അതിന്റെ കണക്കെങ്കിൽ ഇന്ന് 84 ആയിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഷിഗല്ല രോഗവ്യാപനമാണ്. ഷിഗല്ലന്റെ കണക്കുകൾ എന്നും 10ൽ താഴെയാണെങ്കിൽ പോലും അതിന്റെ വ്യാപനവും അത് നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നതും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ തിരുവനന്തപുരം, തൃശൂർ, കണ്ണൂർ ജില്ലകളിലേക്കൊക്കെ ഈ ഷിഗല്ല എത്തുന്നത്. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരത്തൊക്കെ ഷിഗല്ല സ്ഥിരീകരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. പിന്നീടാണ് ഇപ്പോൾ അത് വീണ്ടും തിരുവനന്തപുരം ജില്ലയിലേക്ക് എത്തുകയാണ്. ഇന്ന് 6 കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. 6 കേസും 6 ജില്ലയിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഒരു കേസുണ്ട്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എല്ലാ ജില്ലകളിലും ഓരോ കേസ് വീതമാണ് ഇന്ന് ഷിഗല്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. അത് വലിയ ഭയാനകമായ ഒരു കാര്യം തന്നെയാണ്. ഈ ഷിഗല്ലയുടെ കേസ് മറ്റു ജില്ലകളിലൊക്കെ കൂടി വ്യാപിക്കുന്നു എന്ന കാര്യം. മറ്റൊരു കാര്യം ഈ പനി കേസുകളാണ്. ഇന്നും 10,000 കടന്നിരിക്കുകയാണ് ഈ പനിക്ക് ചികിത്സ തേടി സംസ്ഥാനത്ത് ആശുപത്രികളിൽ എത്തിയവരുടെ എണ്ണം. ഇന്ന് 11,130 പേരാണ് സംസ്ഥാനത്ത് വിവിധ ആശുപത്രികളിലായി ഈ പനിക്ക് വേണ്ടി മാത്രം ചികിത്സ തേടിയെത്തിയത്. ഈ ഡെങ്കിപ്പനിയും ഈ ഇൻഫ്ലുവൻസ രോഗവുമാണ് ഏറ്റവും അധികം പേടി സൃഷ്ടിക്കുന്നത്. കാരണം ഇതിന്റെ രോഗവ്യാപനമാണ് നമുക്കിപ്പോൾ തടയാൻ കഴിയാത്ത രീതിയിൽ ഈ ആരോഗ്യ വകുപ്പിൽ ഒരു ആശങ്കയുണ്ടാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ ആരോഗ്യമന്ത്രിയുടെ ജില്ലയായ തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്നാണ്. ഇന്ന് 30 കേസിലധികമാണ് തിരുവനന്തപുരം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. ഇന്നലെ അത് 23 ആയിരുന്നു. ഈ ഡ്രൈ ഡേ അടക്കമുള്ള കാര്യങ്ങൾ ആരംഭിച്ച് 2 ആഴ്ച പിന്നിട്ടിട്ടും നമുക്ക് ഈ രോഗവ്യാപനം ഇപ്പോഴും കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയാണുള്ളത്. ഹൈപ്പവർ കമ്മിറ്റിന്റെ അടക്കം റിപ്പോർട്ടുകൾ എത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനിയും ആരോഗ്യമന്ത്രി ഒരു മറുപടി നൽകേണ്ടതുണ്ട്. കാരണം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്രയധികം മരണം ഈ പകർച്ചവ്യാധിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ കൃത്യമായ ഒരു മറുപടി ഇനി ആരോഗ്യ വകുപ്പിൽ നിന്ന് നൽകേണ്ടതുണ്ട്. കാരണം അടിമുടി ആരോഗ്യ മേഖലയിലെ എല്ലാ കാര്യങ്ങളും പാളിയ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് പകർച്ചവ്യാധി ഇപ്പോഴും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. ഈ 8 മരണം എന്ന് പറയുന്നത് വലിയൊരു ഭയാനകമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഷിഗല്ല കേസ് മറ്റ് ജില്ലകളിലേക്ക് ഷിഗല്ല വീണ്ടും എത്തുന്നു എന്നുള്ള കാര്യം ആരോഗ്യ വകുപ്പിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്.